ഹായ് എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 76 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെയർ സ്പ്രേ ആണ്. ഓക്കെ, ഇതിൽ റൈസ് വാട്ടറാണ്, പിന്നെ കുറച്ച് വേപ്പില തിളപ്പിച്ച ഒരു വെള്ളം. ഈ രണ്ടും കുറച്ച് നിങ്ങൾക്ക് ബൗളിലെടുത്തിട്ട് വേണമെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ഇവിടെ മുടിയില്ലാത്ത ഭാഗത്ത്, പിന്നെ ഒരു തലോട്ടിൽ മാത്രം കവറാവണ പോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. പ്ലെയിൻ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. പിന്നെ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ ഇല്ലെങ്കിൽ നിങ്ങൾ കാച്ചിയ എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് വിടുക. ഓക്കെ, നന്നായിട്ട് ചെയ്യണം. അതായത് ചെറിയ ചൂടോടെ തലയോട്ടിയിൽ അത് ഒട്ടണം. ഓക്കെ, സ്കിന്നിന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 15 to 20 മിനിറ്റ്സ് മസാജ് ചെയ്യുക. അതായത് നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിലാക്സേഷൻ കിട്ടുമല്ലോ, ഒരു പ്രഷർ പോയിൻ്റ്, ആക്യുപഞ്ചർ കൊടുത്ത പോലെ അങ്ങനെ മസാജ് ചെയ്തിട്ട് വിടുക. ഓക്കെ, പിന്നെ മുടിയിൽ കെട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. ബണ്ണായിട്ട് കെട്ടി വയ്ക്കാം, ഇല്ലെങ്കിൽ പിന്നിട്ട് വയ്ക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗൾ സലാഡായിട്ടോ ഇല്ലെങ്കിൽ ഒരു ബൗൾ വെജിറ്റബിൾ സൂപ്പായിട്ട് കഴിക്കാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യേണ്ടത്. പിന്നെ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ആരും കാണുന്നില്ല. അപ്പോൾ എനിക്ക് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, ഞാൻ മുമ്പിൽ ഈ ഒരു ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ വീഡിയോസ് ചെയ്യണോ ഒന്നും തന്നെ അറിയാണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗ്യാപ്പ് വന്നു. ലാസ്റ്റ് സെപ്റ്റംബറിലാണ് തുടങ്ങിയത്. പിന്നെ ഇത് ഒരുപാട് ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് പിന്നെയും കുറച്ച് നാൾ ഇത് മുമ്പിൽ പോകുന്നുണ്ട്. ഓക്കെ, വീഡിയോസ് വേറെ ചെയ്യാനുണ്ട് ഇനി. ഓക്കെ, അപ്പോൾ കാണാത്തവർ നന്നായി അത് വീഡിയോയിൽ മൊത്തം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ മുടിയിൽ ട്രൈ ചെയ്ത് നോക്കുക. വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് ഒരു ഹെയർ കെയർ റെമഡി ഉപേക്ഷിക്കുക. ഓക്കെ, ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ ഒരു ചാലഞ്ചിൽ കാണിക്കാൻ പോകുന്നത് ഏതൊരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ മുടി വളരുന്നുണ്ടോ ഇല്ലയോ, അതാണ് ഞാൻ പരീക്ഷിച്ച് നോക്കുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഹെയർ കെയർ, സ്കിൻ കെയറിൻ്റെ മേലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവുന്നതാണ്. പക്ഷെ അത് റിസൾട്ടായി കിട്ടിയിട്ട് കാണുന്നവർ വളരെയേറെ ചുരുക്കം ആൾക്കാരാണ് റിസൾട്ട് കിട്ടുന്നത്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചാലഞ്ച് കൊണ്ട്, അതായത് ഹോം റെമഡിയിലാണോ അതോ ഇൻടേക്ക് ഫുഡായിട്ടാണോ അതോ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാണ് ഞങ്ങളുടെ മുടി വളരുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒരു യൂട്യൂബർ കാണിച്ച ഒരു ഹെയർ പാക്ക് തന്നെ കോപ്പി അടിച്ച് കാണാൻ അധികം നേരം ആവില്ല. പക്ഷേ ഇത് ചാനലിനും ബാധിക്കും, പിന്നെ എനിക്കും എൻ്റെ ഒരു സ്കിൽ എന്ന് പറയുന്നത് അതിൽ ശൂന്യമാണ് അല്ലേ. അപ്പോൾ വേറെവരുടെ ഒരു കോപ്പി എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ കാണിക്കാനല്ല ഞാനിവിടെ ഉള്ളത്. ഓക്കെ,
എൻ്റെ ചാനലിൽ നോക്കുന്ന ഓഡിയൻസിന് ഹെൽപ്ഫുള്ളായിട്ടുണ്ടോ അതോ വല്ലതും ഉപകാരപ്പെടുന്നുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാലഞ്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫീഡ്ബാക്കിലൂടെ അറിയിക്കുക. വല്ല മുടിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അതോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ട് താരൻ കൂടിയെന്നോ, അതോ മുടിക്കൊഴിച്ചിൽ കൂടിയെന്നോ, അതോ സ്പ്ലിറ്റ് എൻഡ്സ് വന്നു എന്നോ, ഇങ്ങനെ. ഓക്കെ, ഞാൻ ഒരു 5-6 വർഷം മുൻപ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു വീഡിയോസൊക്കെ നോക്കി ഞാൻ എൻ്റെ ഹെയർ കെയറൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ആ ഹെയർ കെയറൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എൻ്റെ മുടിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അതായത് ഒരുപാട് സ്പ്ലിറ്റ് എൻഡ്സ് ആയിട്ടും റഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചില ഒരു ഹെയർ പാക്കൊക്കെ എൻ്റെ മുടിയിൽ വർക്കൗട്ടായി, മുടി നീളവും വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഞാൻ വേണമെങ്കിൽ ആ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഇങ്ങനെ തന്നെ ഒരു ചാലഞ്ചൊക്കെ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മുടിയിലൊന്നൊക്കെ പരീക്ഷിച്ച് നോക്കിയതാണ്. ഓക്കെ, കുറച്ചൊക്കെ റിസൾട്ട് കിട്ടി. പിന്നെ ഒടുവിലാവുമ്പോൾ എനിക്ക് ഒരുപാട് സ്പ്ലിറ്റ് എൻഡ്സ് വന്നു. പിന്നെ ഒരുപാട് മുടി വെറുതെ കൊഴിഞ്ഞു പോയി. ഓക്കെ, പിന്നെ ഞാൻ സെക്കൻഡ് ടൈമായിട്ട് ഇങ്ങനെ പ്രഗ്നൻസി ആയപ്പോൾ അങ്ങനെ കുട്ടിയായി കഴിഞ്ഞിട്ട് ഒരുപാട് മുടി എനിക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ് എന്ന് പറയുമല്ലോ, അങ്ങനെ. ഓക്കെ, ഞാൻ ചെറുതായി ഹെയർ കെയറൊക്കെ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു ഹോട്ട് ഓയിൽ മസാജ് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ മുടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഹെയർ പാക്ക്, കറ്റാർ വാഴയുടെ ഹെയർ പാക്ക്, കഞ്ഞിവെള്ളം, ഇങ്ങനെയൊക്കെയാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ മുടിയിൽ ഇങ്ങനെ പറഞ്ഞ ഇതുവരെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മുട്ടും കൈ അവിടെ അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുടിയിൽ വെച്ച് നോക്കുമ്പോൾ ഒട്ടും ഭംഗിയില്ലാണ്ട് ഒരുപാട് സ്പ്ലിറ്റ് എൻഡ്സൊക്കെ ആയിട്ട് ഒന്നും ചകിരി പോലെ ആയിരുന്നു കേട്ടോ. ആ ഒരു ഹെയർ കെയർ ചാലഞ്ചൊക്കെ ചെയ്തിട്ട് എനിക്ക് പിന്നെ മനസ്സിലൊന്നും ഒരു സന്തോഷം ഇല്ലാത്ത മാതിരി ആയിരുന്നു. എൻ്റെ മുടിക്ക് ഒരുപാട് എന്തൊക്കെയോ പാക്കുകളൊക്കെ ഇട്ടിട്ട് നശിപ്പിച്ചല്ലോ എന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്. പക്ഷേ ഈ ഒരു ചാലഞ്ചിൽ ഞാൻ ഓരോന്നും കാര്യങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എൻ്റെ മുടിയിൽ വല്ലതും ആവുന്നുണ്ടോ, എന്തെങ്കിലും ചെറിയ മുടിയിൽ വല്ലതും മാറ്റം ഉണ്ടോയെന്ന്. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ബേബി ഹെയർസൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കൂ, ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഒരുപാട് ഇങ്ങനെ ബേബി ഹെയർസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഇനി ഒരു 15 നാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ചാലഞ്ച് തീരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സമ്മർ ഹെയർ കെയർ ആണ് തുടങ്ങുന്നത്. പക്ഷേ അതിൻ്റെ കുറിച്ച് വീഡിയോസൊന്നും ഞാൻ ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ 90 ഡേയ്സ് ഹെയർ കെയറിന് തന്നെ വ്യൂസ് ഇല്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ആ ഒരു ഹെയർ കെയർ തുടങ്ങിയാൽ തന്നെ ആൾക്കാർ ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ ഇല്ല എന്നുള്ള തന്നെ ഡൗട്ടാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് ആരും ചെക്ക് ചെയ്യുന്നില്ല, കമൻറ്റ്സ് ഇടുന്നില്ല. എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നവർ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസ് ഹെൽപ്പ് ചെയ്യുന്നവർക്ക്. അതായത് മുടി
ഒരുപാട് കുറഞ്ഞു വന്നവർക്ക്, ഇല്ലെങ്കിൽ മുടി നശിപ്പിച്ച് കളഞ്ഞവർക്ക്, മുടി പെട്ടെന്ന് പോയവർക്കൊക്കെ ഈ ഒരു വീഡിയോസൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.